അഡ്ലേഡിലെ രണ്ടാം ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 180 റൺസിന് പുറത്ത്. 42 റൺസ് നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. KL രാഹുൽ 37 റൺസും ഗിൽ 31 റൺസും നേടി. ഓസ്ട്രേലിയയ്ക്കായി മിച്ചൽ സ്റ്റാർക്ക് 6 വിക്കറ്റ് സ്വന്തമാക്കി. മത്സരത്തിന്റെ ആദ്യ പന്തിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ പറഞ്ഞയച്ചുകൊണ്ടായിരുന്നു ഓസ്ട്രേലിയ മത്സരം ആരംഭിച്ചത്. പിന്നാലെ എത്തിയ ഗില്ലും രാഹുലും മികച്ച രീതിയിൽ ബാറ്റ് വീശി. രണ്ടാം വിക്കറ്റിൽ ഇരുവരും 69 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. രാഹുൽ മടങ്ങിയതിന് പിന്നാലെ ഓസ്ട്രേലിയ ബൗളിംഗിൽ താളം കണ്ടെത്താൻ തുടങ്ങി. നാലാമനായി എത്തിയ വിരാടിനെയും സ്റ്റാർക്ക് പറഞ്ഞയച്ചു. ഓവർ പിന്നിടുമ്പോഴേക്കും ഗില്ലിനെ സ്കോട്ട് ബോളറ്റ് വിക്കറ്റിന് മുന്നിൽ കുരുക്കിയതോടെ ഇന്ത്യ പരുങ്ങലിലായി. ഉച്ചഭക്ഷണത്തിന് ശേഷം രോഹിത്തിനെ 3 റൺസിന് ബോളിന്റെ തന്നെ മടക്കി. ഋഷഭ് പന്തിനും തിളങ്ങാനായില്ല. ക്രീസിലെത്തിയ ഉടനെ ആക്രമിച്ച് കളിച്ച അശ്വിനെ 22 റൺസിന് സ്റ്റാർക്ക് വിക്കറ്റിന് മുന്നിൽ കുരുക്കി. ഹർഷിത് റാണ പൂജ്യനായി മടങ്ങി. വൈസ് ക്യാപ്റ്റൻ ബുംറയെ സാക്ഷിയാക്കി നിതീഷ് കുമാർ റെഡ്ഡി നടത്തിയ വെടിക്കെട്ടാണ് ഇന്ത്യയെ 180-ൽ എത്തിച്ചത്. 3 ഫോറും 3 സിക്സറും അടക്കം 42 റൺസാണ് നിതീഷ് റെഡ്ഡി സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയയ്ക്കായി ബോളൻ, കമ്മിൻസ് എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. പെർത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയിച്ച് പരമ്പരയിൽ ഇന്ത്യയാണ് മുന്നിട്ട് നിൽക്കുന്നത്.